തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണം നീക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചതായും മുഖ്യമന്ത്രി. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ ബിജെപിയെ അധികാരത്തിലെത്തിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, റീൽസ് എടുത്ത യുവാവിനെ വധഭീഷണി. ലഹരി വിപത്തിനെ ചെറുക്കാൻ അതിശക്തമായ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ സർക്കാർ. ഹോസ്റ്റലുകളിലും പൊതുയിടങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി. SSLC പരീക്ഷയുടെ അവസാന ദിനത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്. അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പാൾമാർക്കും പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം. കൊടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച 3 പേർക്ക് പൊള്ളലേറ്റു. പുതുക്കാട് കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വെടിക്കെട്ടിലെ നിയന്ത്രണം നീക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടത്തുന്നതിനാണ് സർക്കാർ കൂടുതൽ പരിഗണന നൽകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗ തീരുമാനങ്ങൾ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് MLA N. ഷംസുദ്ദീന്റെ ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും സ്വാഭാവിക നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. ബിജെപി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് എന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേരളത്തിൽ ബിജെപിയെ അധികാരത്തിലെത്തിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നോക്കുകൂലിയുള്ള കേരളമല്ല, നിക്ഷേപവും തൊഴിലുമുള്ള കേരളം വരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 60കാരനായ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ, O. രാജഗോപാൽ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. രണ്ടാം മോദി സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 2006 മുതൽ 2024 വരെ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷവും റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വധഭീഷണി തുടരുന്നു. കൊല്ലപ്പെട്ട അക്ഷയിനെ ഒഴിവാക്കി റീൽസ് എടുത്ത രഞ്ജിത്ത് കടവല്ലൂരിനെതിരെയാണ് വധഭീഷണി. ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ലഹരി മാഫിയ സംഘങ്ങൾ റീൽസ് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാദുഷയും ലിഷോയും ചേർന്ന് രഞ്ജിത്തിനെ ഉൾപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ചു. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലെത്തി വാഹനങ്ങൾ തല്ലി തകർത്തത്. തുടർന്നുള്ള തർക്കത്തിലാണ് മരത്തംകോട് താമസിക്കുന്ന അക്ഷയിനെ ലിഷോയ്, നിഖിൽ എന്നിവർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. രഞ്ജിത്തും അക്ഷയും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. അക്ഷയുടെ സഹോദരനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. SSLC പരീക്ഷ അവസാനിക്കുന്ന ബുധനാഴ്ച കുട്ടികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിട്ടു പോകാതിരിക്കാൻ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ച് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ചില സ്കൂളുകളിൽ കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പാൾമാർക്കും പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം നൽകി. ജില്ലയിൽ പ്രശ്ന സാധ്യതയുള്ള 5 സ്കൂളുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ ഫർണിച്ചർ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലെയും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സ്കൂളിൽ എത്താൻ നിർദ്ദേശം നൽകി. അമിത ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി സ്കൂൾ സാമഗ്രികൾ നശിപ്പിച്ചാൽ ചെലവ് രക്ഷിതാവിൽ നിന്നും ഈടാക്കിയ ശേഷമേ വിടുതൽ സർട്ടിഫിക്കറ്റുകൾ നൽകുകയുള്ളൂവെന്നും DEO അറിയിച്ചു. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്ര നടത്തിപ്പുകാരൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർക്ക് പൊള്ളലേറ്റു. ക്ഷേത്ര നടത്തിപ്പുകാരൻ കമ്മളം അടൂപ്പറമ്പിൽ ചന്ദ്രനാണ് കയ്യിൽ കരുതിയിരുന്ന കന്നാസിലെ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. ചന്ദ്രൻ, അടൂപ്പറമ്പിൽ അനിൽ എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ ഉള്ളത്. താമിക്കുട്ടി, സുബ്രൻ എന്നിവർക്കും പൊള്ളലേറ്റു. ക്ഷേത്രത്തിന്റെ അധികാരിയായ വേലു എന്നയാൾ മരിക്കുന്നതിന് മുൻപ് പിന്തുടർച്ചാവകാശം മകൻ അനിലിന് നൽകിയെന്ന് പറയുന്നു.
എന്നാൽ അധികാരം തനിക്കാണെന്ന് അവകാശപ്പെട്ട് വേലുവിന്റെ സഹോദരൻ ചന്ദ്രൻ ഇതിനു മുൻപും ക്ഷേത്രത്തിലെത്തി ബഹളം വച്ചിരുന്നു. ചന്ദ്രനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും അനിലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം. തീപിടുത്തത്തിൽ ഹോട്ടലിലെ വയറിംഗ് കത്തിനശിച്ചു. ഫർണിച്ചറുകൾക്കും ടൈലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഈ സമയത്ത് 2 തൊഴിലാളികൾ അടുക്കളയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തീ ഉയരുന്നത് കണ്ട് ഇവർ പുറത്തേക്ക് ഓടിയതുമൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജും പഞ്ചായത്ത് അംഗങ്ങളും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. പഞ്ചായത്ത് ഓഫീസ്, സബ് ട്രഷറി തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് ആശങ്കയ്ക്ക് ഇടയാക്കി. തൃശൂർ പൂങ്കുന്നം MLA റോഡിൽ തീപിടുത്തം. ഉണങ്ങിയ പുല്ലിനും മാലിന്യങ്ങൾക്കുമാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. മീനമാസത്തിലെ തിരുവോണനാളിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വടക്കേനടയിലെ വലിയ ദീപസ്തംഭത്തിന് താഴെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകൾ കുഴിച്ചുമൂടി മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർക്കാണ് കോഴിക്കല്ല് മൂടി ചെമ്പട്ട് വിരിക്കുക. തുടർന്ന് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചോദിക്കും. ഇതേസമയം തച്ചോളി തറവാട്ടുകാർ ആദ്യ കോഴിയെ സമർപ്പിക്കും. തുടർന്ന് ഭക്തസംഘങ്ങൾ കോഴികളെയും പട്ടും സമർപ്പിക്കും. മുൻകാലങ്ങളിൽ ക്ഷേത്രനടയിൽ കോഴിയെ വെട്ടിയിരുന്നു. മൃഗബലി നിരോധിച്ചതോടെയാണ് കോഴി സമർപ്പണം തുടങ്ങിയത്. കാളി ദാരിക യുദ്ധം തുടങ്ങുന്നത് തിരുവോണനാളിലാണ് എന്നാണ് ഐതിഹ്യം. തൃച്ചന്ദന ചാർത്തും അശ്വതി കാവുതീണ്ടൽ ചടങ്ങും ഈ മാസം 31-ന് നടക്കും. ഏപ്രിൽ 1-ന് ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും. കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറയിലെ വെട്ടിക്കുഴി പച്ചക്കാട് പ്രദേശത്ത് വീട്ടുപറമ്പുകളിൽ എത്തി. പച്ചക്കാട് ഭാഗത്താണ് ആദ്യം ആനയെത്തിയത്. സമീപത്തെ വീടുകളിലെ ആളുകൾ ബഹളം വെച്ചപ്പോൾ ഏതാനും നേരം കൊമ്പൻ വെട്ടിക്കുഴി റോഡിലൂടെ നടന്നു. പിന്നീട് റബ്ബർ തോട്ടത്തിലേക്കും കടന്നു. 2 ആഴ്ച മുൻപ് കാലിന് പരിക്കേറ്റ ആനയ്ക്ക് ഇപ്പോൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി കാണുന്നില്ല. കോടാലി പാറക്കടവിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി സ്വദേശികളായ പൊക്കകിലത്ത് വീട്ടിൽ സീതി, താനത്തുപറമ്പിൽ അർഷാദ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്നിനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായികൾ പ്രതികളിൽ നിന്ന് പിടികൂടി. നാട്ടികയിലെ CPI നേതാവിനെ വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ നാട്ടിക ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലംപറമ്പിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജുവിന്റെ സുഹൃത്ത് നടത്തിയിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ഏതാനും പേരെ വലപ്പാട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഇവർ ബിജു മർദ്ദിച്ചതായി കാണിച്ച് വലപ്പാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി പ്രകാരം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രകോപനമില്ലാതെ ഇൻസ്പെക്ടർ MT രമേശ് നെഞ്ചത്ത് ആഞ്ഞടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിജു പറഞ്ഞു. അവശനായി വീണ ബിജുവിനെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരി വിപത്തിനെ ചെറുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് അതിശക്തമായ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ സർക്കാർ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. LP ക്ലാസുകൾ മുതൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങും. കുട്ടികളെ കായികരംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും പരിശോധനയും കർശനമാക്കും. പോലീസിന്റെയും എക്സൈസിന്റെയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിക്കും. അതിർത്തികളിലെ പോലീസ് പരിശോധനയും കർശനമാക്കും. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവയും പരിശോധിക്കും. അഭിനയകല ആയുധമാക്കി ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം വർഷങ്ങളായി തുടരുകയാണ്
പാവറട്ടി സ്വദേശിയായ ഈ നാടക സിനിമ പ്രവർത്തകൻ. വിദ്യാർത്ഥികളെയും യുവതലമുറയെയും കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയാണ് മാത്യൂസ് പാവറട്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ചതിച്ചു കൊന്നതാ, മയക്കമരുന്ന് കൊടുത്ത് മയക്കി മാനം കെടുത്തി കൊന്നത് എന്റെ മോളെ. നിർമ്മാണ തൊഴിലാളിയായ മാത്യൂസ് ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അപൂർവമായി മാത്രമാണ് ലഹരി സംബന്ധിച്ച വാർത്തകൾ കേട്ടിരുന്നതെങ്കിൽ ഇന്ന് ലഹരിക്കടത്തും ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും ഇല്ലാത്ത ദിവസം ഇല്ലെന്നായി. ഒരു നാടകപ്രവർത്തകൻ എന്ന നിലയിൽ ലഹരി എന്ന മഹാവിപത്തിനെതിരെ പ്രതികരിക്കേണ്ടത് തൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന ബോധ്യമാണ് ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ കാരണമെന്ന് മാത്യൂസ് പാവർട്ടി പറഞ്ഞു. അപ്പോൾ ഈ നാടക കലയെ ആയുധമാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ലഹരിക്കെതിരെ ഇറങ്ങാൻ കാരണം, പക്ഷെ ഇന്ന് നമ്മളുടെ വീടുകളിലേക്ക്, ഓരോ വീടുകളുടെ പടിവാതിലേക്കും ഈ ലഹരി എത്തുകയാണ്. മാത്രമല്ല നമ്മളുടെ മക്കളൊക്കെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ മാഫിയ ഒരുമ്പിട്ട് ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത മുഖങ്ങൾ നമ്മൾ കാണുന്നത്. നടൻ ശിവജി ഗുരുവായൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ദുരന്ത ഭൂമിയിൽ എന്ന നാടകമാണ് കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പൊതുവേദികളിലുമായി അവതരിപ്പിക്കുന്നത്. ലഹരിയുടെ കെണിയിൽ അറിയാതെ അകപ്പെട്ടുപോയ മകളുടെ വേർപാടും അതുമൂലം ബാലൻ മാഷയുടെ ജീവിതത്തിലെ വേദനകളുമാണ് ഈ ദുരന്ത ഭൂമിയിൽ എന്ന നാടകം പങ്കുവയ്ക്കുന്നത്. ഈ ലഹരിയുടെ മാഫിയ, ആഗോള കച്ചവടത്തിന്റെ ലഹരി മാഫിയ നമ്മുടെ മക്കളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ദൈവം തന്ന ഈ കണ്ണ് പോരാ അത് കാണാൻ, ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. മെൽബിന മാത്യൂസ് മകളുടെ ശബ്ദ സാന്നിധ്യമായി നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി ആദ്യം രംഗത്തിറങ്ങുമ്പോൾ പലപ്പോഴും വിമർശനങ്ങളും ഭീഷണികളും ഉയർന്നു വന്നിരുന്നുവെന്നും ഭാര്യ പ്രിൻസിയും കുടുംബവും നൽകിയ പിന്തുണയും പ്രോത്സാഹനങ്ങളുമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകർന്നതെന്നും മാത്യൂസ് പാവർട്ടി പറഞ്ഞു. നമ്മളുടെ കുടുംബം ഇതിന് സപ്പോർട്ടാണ്, നമ്മുടെ ഭാര്യ ആയാലും മക്കളായാലും. ഇതിൽ എൻ്റെ മകള്, ഈ പെൺകുട്ടിയുടെ ശബ്ദം ഈ നാടകത്തിൽ കൊടുത്തിട്ടുള്ളത് മെൽബിനെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ ടീം, ശിവജേട്ടൻ ഉൾപ്പെടെയുള്ള ഈ നാടകത്തിൻ്റെ സംഘം ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ദുരുപയോഗത്തിനെതിരെയും എയ്ഡ്സിനെതിരെയും ഒട്ടേറെ ഒറ്റയാൾ ബോധവൽക്കരണ നാടകങ്ങൾ മാത്യൂസ് പാവർട്ടി അവതരിപ്പിച്ചു വരുന്നുണ്ട്. ഒട്ടേറെ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ മാത്യൂസ് പാവർട്ടി ചെയ്തു വരുന്നുണ്ട്. TCV ന്യൂസ്, പാവർട്ടി. പെരുന്നാളിനെയും വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാൻ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കി കുന്നംകുളം കേരള വസ്ത്രാലയ. ഉത്സവ സീസണുകളുടെ ആഘോഷത്തിലാണ് വിപണി. പെരുന്നാളും വിഷുവും ഈസ്റ്ററുമെല്ലാം ആഘോഷമാക്കാനായി തുണിത്തരങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു. കോട്ടൺ ഫാൻസി സാരികളും ട്രെൻഡഡ് ചുരിദാറുകളും ഡ്രസ് മെറ്റീരിയലുകളും നിത്യോപയോഗ വസ്ത്രങ്ങളും മറ്റ് എല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഒരുമിച്ച് ലഭ്യമാവുന്ന വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായി എന്നും വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് കേരള വസ്ത്രാലയത്തിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. നവീന രീതിയിലുള്ള ടോപ്പുകളും ലാച്ചുകളും ഫ്രോക്കുകളും പർദ്ദകളും കോട്ടൺ ഫാൻസി സാരികളും ബഡ്ജറ്റിനുള്ളിൽ ഒരുക്കുന്ന മിതമായ നിരക്കിൽ ഏവർക്കും കേരള വസ്ത്രാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയം എല്ലാ ഉത്സവങ്ങൾക്കും വിശേഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം തന്നെയാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിവാഹ വസ്ത്രങ്ങളും മറ്റ് വിശേഷ അവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുവാൻ ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നതിനുള്ള കാരണവും സ്ഥാപനത്തിലെ തുണിത്തരങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും തന്നെയാണ്. കല്ലമ്പാറയിൽ കുടിവെള്ള സമിതി സെക്രട്ടറിക്ക് വെട്ടേറ്റു. അടങ്കളം കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനനാണ് കൈക്ക് വെട്ടേറ്റത്. കല്ലമ്പാറ ചേലക്കാത്തടത്തിൽ ഏലിയാസാണ് വെട്ടിയത്.
അടങ്കളം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുതിയ കുഴൽക്കിണർ ഏലിയാസിന്റെ വീടിനു സമീപം കുഴിക്കുന്നതുമായി തർക്കം നിലനിന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കിണർ കുഴിക്കുന്നതിനിടെ ചെളിയും വെള്ളവും തന്റെ വീടിന് മുന്നിലേക്ക് വന്നുവെന്ന് ആരോപിച്ചാണ് മോഹനനെ ഏലിയാസ് വെട്ടിയത്. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ക്യാറ്റ്സ് ക്ലോ എന്ന വള്ളിച്ചെടി നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരെയും ആകർഷിക്കും. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ സ്വാമിജിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് 8 വർഷം മുൻപ് നട്ട ക്യാറ്റ്സ് ക്ലോ എന്ന ചെടി 2 നില കെട്ടിടമാകെ പടർന്നു കയറി മുകളിലെ ഡ്രസ് വർക്ക് ചെയ്ത മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു. ഏകദേശം 35 അടിയോളം ഉയരത്തിൽ പടർന്ന് 60 അടിയിലധികം നീളത്തിൽ മഞ്ഞ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് ക്യാറ്റ്സ് ക്ലോ എന്ന അലങ്കാരച്ചെടി. 8 വർഷങ്ങൾക്ക് മുൻപ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവാനന്ദയാണ് ഇവിടെ ചെടി നട്ടത്. ഇതൊരു 8 വർഷം മുമ്പ് ഞാൻ മണ്ണുത്തിൽ നിന്നും ഒരു ചെറിയ ചെടി അന്ന് നട്ടത്. നടുമ്പം കുറച്ച് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ടിരുന്നു. പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണ് ഒഴിക്കാറ്. സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക. മറ്റുള്ള സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ്. പക്ഷെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാൻ എത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. 100 കണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തേനീച്ചകൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മാത്രമല്ല വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന ചെടികൾക്കിടയിൽ ഇതുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു. ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും, വണ്ടുകൾ വരും, ചെറിയ പലതരത്തിലെ തേനീച്ചകൾ, ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും. ഇതിൽ മറ്റെല്ലാ തരത്തിലെ ഇഴജീവികളൊന്നും ഞാൻ 8 വർഷമായി യാതൊരു വിധത്തിലെ ഇഴജീവികളോ ഒന്നും കണ്ടില്ല, പാമ്പുകളൊന്നും കണ്ടില്ല. കാരണം ഇതിൽ ഈ പറ്റിപ്പിടിച്ച് കയറുന്ന ഈ പൂച്ചയുടെ നഖം പോലെ ചെറിയൊരു മുള്ളിന്റെ ഒരു ഇതിലൂടെ പാമ്പുകളൊന്നും വരാറില്ല. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിക്കൊന്ന പൂവിന്റെ നിറമാണ് ഈ പൂക്കൾക്കും. ചെടികൾക്കിടയിൽ തൊപ്പിക്കിളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും പതിവാണ്. പൊതുവെ പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരോട് സൗഹൃദത്തിലാണ് ഓരോ ജീവജാലങ്ങളും എന്ന് തോന്നും. പീതവർണ്ണത്തിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ക്യാറ്റ്സ് ക്ലോയുടെ ഈ സൗന്ദര്യം അധിക നാളുകൾ നീണ്ടു നിൽക്കില്ല. രാവിലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടി സന്ധ്യയാകുമ്പോഴേക്കും പൂക്കളെല്ലാം വാടി കൊഴിയാൻ തുടങ്ങും. മാർച്ച് അവസാനത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇവ ഇത്രയും മനോഹരമായി പുഷ്പിക്കുക. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാറ്റ്സ് ക്ലോ ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന അപൂർവ കാഴ്ച കാണാൻ പലരും ആശ്രമത്തിലെത്തുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് വ്യാജ ബോംബ് ഭീഷണി. കാർഷിക സർവകലാശാലയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം വന്നത്. ഞായറാഴ്ച അവധിയായതിനാൽ തിങ്കളാഴ്ച ഉച്ചയോടെ മെയിൽ തുറന്നു നോക്കിയപ്പോഴാണ് ബോംബ് ഭീഷണി സന്ദേശം കണ്ടത്. മണ്ണുത്തി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും 3 മണിക്കൂറോളം ക്യാമ്പസിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘടനയുടെ പേരിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇനി റംസാൻ വിശേഷങ്ങളുമായി ഈദ് മുബാറക്ക്. റംസാൻ അവസാന 10ലേക്ക് കടന്നതോടെ പള്ളികളും വീടുകളും കൂടുതൽ പ്രാർത്ഥനാ മുഖരിതമായി. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ് അവസാന 10. ഇനിയുള്ള ദിനങ്ങൾ പ്രധാനമാണ്. ആദ്യ 10 അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാന 10 നരകമോചനത്തിന്റെയും ദിനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ കയ്യിൽ നിന്ന് നിലത്ത് വെക്കാത്ത വിധം ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാകേണ്ട അവസാന സന്ദർഭമാണ് ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഈ അവസാന 10 എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചോദിച്ചു വരുന്നവന് വിരട്ടി ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരോടും പുഞ്ചിരിയോട് സമീപിക്കുകയും ആവശ്യക്കാർക്ക് വആതു ഹഖഹു യൗമ ഹസാദി, വിളവെടുക്കുന്ന ദിവസം അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകണം. അവസാന 10 കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകാൻ പല വിശ്വാസികളും പള്ളികളിൽ ഇഹ്തികാഫ് ഇരിക്കുന്നുണ്ട്.
ഈ ദിനങ്ങളിൽ പുറത്തു പോകാതെ പള്ളികളിൽ കഴിഞ്ഞുകൂടുന്നതാണ് ഇഹ്തികാഫ്. ശവ്വാൽ മാസപ്പിറ കാണുന്നതുവരെ പലരും പള്ളികളിൽ കഴിഞ്ഞുകൂടും. സക്കാത്ത് നൽകുന്നതിനായി കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നതും അവസാന പത്തിലാണ്. ദാനധർമ്മത്തിന്റെ വിളംബരത്തെ സക്കാത്ത് എന്ന് വിളിക്കും. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നവന്റെ അവകാശമാണ് സക്കാത്ത്. അങ്ങനെ കൂടുതൽ പ്രാർത്ഥനയിൽ മുഴുകി മനസ്സും ശരീരവും അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ. TCV ചാവക്കാട്. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് പങ്കാളികളായത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തങ്ങളും 18 നാഴിപ്പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഉള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. ഏപ്രിൽ 3 ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറും. തിരുവാതിര വിളക്ക് ഏപ്രിൽ 5 വെളുപ്പിനും, പെരുവനംപുരം ഏപ്രിൽ 6 ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ഏപ്രിൽ 8 ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9 ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി വിക്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തി സെന്ററിൽ മനുഷ്യച്ചങ്ങലയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ആശയത്തെ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഒല്ലൂക്കര വിക്ടറി ITIയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ മേയർ MK വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI ജയൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും അടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലയിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലും പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗവും അതിന്റെ ഭാഗമായുള്ള അക്രമങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെ യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നടൻ ശിവജി ഗുരുവായൂർ രചനയും സംവിധാനവും നിർവഹിച്ച ലഹരി വിരുദ്ധ തെരുവ് നാടകം മാത്യൂസ് പാവറട്ടി അവതരിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ്, സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, KF ഡൊമിനിക്, ജൈജു സെബാസ്റ്റ്യൻ, ശോഭ സുബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ അവരെ ആദരിക്കുകയാണ്. വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാത്തതിന്റെ വിഷമത്തിൽ മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർ. മഴ കനത്തു പെയ്തതാണ് മാങ്കുറ്റിപ്പാടത്തെ മുണ്ടകൻ കൊയ്ത്ത് പ്രതിസന്ധിയിലാക്കിയത്. മഴയിൽ കുതിർന്ന കണ്ടങ്ങളിൽ കൊയ്ത്ത് യന്ത്രം ഇറങ്ങിയപ്പോൾ ചെളിയിൽ പൂണ്ടുപോയതിനെ തുടർന്ന് കൊയ്ത്ത് നിർത്തിവെക്കേണ്ടി വന്നു. ചെളിയിൽ താഴ്ന്ന കൊയ്ത്ത് യന്ത്രം ടില്ലറുകളുടെ സഹായത്തോടെയാണ് വലിച്ചു പുറത്തെടുത്തത്. ഇതുമൂലം മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ ഏതാനും ഏക്കർ സ്ഥലത്ത് മാത്രമാണ് ഇതുവരെ കൊയ്ത്ത് നടത്താനായത്. മഴ പെയ്ത് നിറയെ വെള്ളം നിൽക്കണ്. വണ്ടി ഇറങ്ങി കൊയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വായ്ക്കോലൊക്കെ കംപ്ലീറ്റ് ചെളിയിൽ താന്ന് പോയി. അതുകൊണ്ട് കുറേ കൊയ്യാൻ പറ്റില്ല. വണ്ടി ഇന്നലെ 11 മണിക്ക് താന്നിട്ട് അവർ രാത്രി 10 മണിക്ക് കഴിച്ച് പോയി. ഇനിയും കൊയ്യാനുണ്ട്. അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കൃഷിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഇതൊക്കെ നശിച്ചു പോകല്ലേ. നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്താണ് പോണത്. മുണ്ടകൻ കൊയ്തെടുക്കുമ്പോൾ കിട്ടാറുള്ള വൈക്കോൽ ഇത്തവണ കർഷകർക്ക് ഒട്ടും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ്. പാടങ്ങളിൽ വെള്ളവും ചെളിയും ഉള്ളതിനാൽ കൊയ്ത്ത് നടത്തുമ്പോൾ തന്നെ വൈക്കോൽ ചെളിയിൽ പൂണ്ടുപോകുന്നതാണ് കാരണം. കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ് മുൻ വർഷങ്ങളിൽ
വൈക്കോലിന്റെ വിലയായി കിട്ടാറുള്ളത് ഇത്തവണ ഇല്ലാതായത് കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഒന്നുകിൽ സമൃദ്ധിയായിട്ട് വെള്ളം വേണം, അല്ലെങ്കിൽ നിലം ശരിക്കും ഉണങ്ങണം. അപ്പോഴേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നാൽ തന്നെ വൈക്കോൽ മുഴുവൻ പോവും, ചീഞ്ഞു പോവും, ഇതിൽ താന്നു പോവും. ആ വെള്ളത്തിലിറങ്ങി ഇനി കൊയ്യാൻ പറ്റുന്ന വിഷയം വന്നാലേ കൊയ്യാൻ പറ്റുള്ളൂ. വേനൽ മഴ തുടരുകയാണെങ്കിൽ മാങ്കുറ്റിപ്പാടത്തെ നെല്ല് കൊയ്തെടുക്കാനാകാതെ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. വെള്ളത്തിലിറങ്ങി കൊയ്ത്ത് നടത്തുന്ന യന്ത്രം എത്തിച്ച് എത്രയും വേഗം കൊയ്തെടുക്കലാണ് ഇതിനുള്ള പരിഹാരം. എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ പാടങ്ങളിൽ വെള്ളം നിറയണം. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തേക്ക് വെള്ളം എത്തിച്ചാലേ ഇത്തരത്തിൽ കൊയ്ത്ത് നടത്താൻ കഴിയൂ. ഇതിനായി പാടശേഖര സമിതി ഭാരവാഹികൾ ഇറിഗേഷൻ അധികൃതരെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. ഇപ്പോൾ വെള്ളം വിട്ടിട്ട് വെയിൽ എത്ര കണ്ടാലും ഒരു മാസം കഴിയാണ്ട് ഉണങ്ങില്ല. അപ്പോഴേക്കും ഈ നെല്ലിൻ്റെ കുഞ്ചിയൊക്കെ ഒടിഞ്ഞു തുടങ്ങി. പെട്ടെന്ന് മഴയും വെയിലും കാരണം പെട്ടെന്ന് ആ കുഞ്ചി ഒടിഞ്ഞ് കതിര് മുറിഞ്ഞ് കണ്ടത്തിൽ പോകാനുള്ള ചാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും 3-4 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റത്തൊരു ഇറിഗേഷൻകാരോട് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം വിടാൻ പറയുകയാണ്. ഇത് കൊയ്തെടുക്കാണ്ട് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൊയ്തെടുക്കാണ്ട് നിർത്തിയില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടായാൽ മാത്രമേ ഇനി കൊയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൊയ്യാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കൊയ്യാൻ പോകേണ്ടി വരില്ല. കാരണം നെല്ലൊക്കെ തവിടുകൂടിയായി പോകും. TCV ന്യൂസ് കൊടകര. ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ടാക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി. പുരുന്നംകുന്ന് സ്വദേശി പൊന്മാനശ്ശേരി വീട്ടിൽ ജിൻഡോ ആണ് അറസ്റ്റിലായത്. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അനീഷിനെയാണ് 4-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിലെ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി സ്വദേശി സജി, പോർക്കുളം സ്വദേശി രാധിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോ ടാക്സി നിയന്ത്രണം വിട്ട് ഇതേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറുകളിലും സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിലും പുറകിൽ വന്നിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. പാവറട്ടിക്ക് അഭിമാനമായും ജില്ലയിലെ ചലച്ചിത്ര ആസ്വാദന സ്വപ്നങ്ങൾക്ക് സാഫല്യമായും VKG സിനിമാസ് നാടിന് സമർപ്പിച്ചു. പാവറട്ടി സെന്ററിൽ ചാവറ ഷോപ്പിംഗ് കോംപ്ലക്സിൽ VKG സിനിമാസിന്റെ 2 സ്ക്രീനുകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മിഴി തുറന്നിരിക്കുന്നത്. ഫാദർ ജോർജ് കല്ലൂക്കാരൻ CMI, ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഡേവിസ് കാവുങ്ങൽ CMI എന്നിവർ ആശീർവാദ കർമ്മത്തിന് നേതൃത്വം നൽകി. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജും പ്രസ്തീന ജോർജും ചേർന്ന് VKG സിനിമാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർ VG സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് ആദ്യ ടിക്കറ്റ് നൽകി ടിക്കറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ ആഷിക അശോകൻ, സൂര്യ കിരൺ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ, വാർഡ് മെമ്പർ ജെറോം ബാബു, വലപ്പാട് SHO MK രമേശ്, മാനേജിംഗ് പാർട്ണർ ജിൻസി സെബാസ്റ്റ്യൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. VKG സിനിമാസിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ 2 വലിയ സ്ക്രീനുകളാണ് VKG സിനിമാസിൽ ഒരുക്കിയിട്ടുള്ളത്. 2 സ്ക്രീനിലും 198 വീതം പുഷ് ബാക്ക് സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. മികച്ച ശബ്ദ ക്രമീകരണത്തിനായി 4K അൾട്രാ HD ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ച ദൃശ്യവിരുന്നിനായി ഹാർക്നസ് 3D സ്ക്രീനും ക്രിസ്റ്റി ലേസർ പ്രൊജക്ടറുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മികച്ച പാർക്കിംഗ് സൗകര്യം, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം, 2 ലിഫ്റ്റുകൾ, കഫേ തുടങ്ങി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയാണ് പാവറട്ടി VKG സിനിമാസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സംഗീത വിസ്മയം പകർന്നു നൽകി അരങ്ങേറിയ ചെമ്മീൻ ബാൻഡ് സീനിയേഴ്സ് മേളം ആസ്വദിക്കാൻ നിരവധി പേരാണ് പാവറട്ടി സെന്ററിൽ തടിച്ചുകൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8215 രൂപ, പവന് 65,720 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3381 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം നടത്തിപ്പിൽ അനിശ്ചിതത്വമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണം നീക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചതായും മുഖ്യമന്ത്രി. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ ബിജെപിയെ അധികാരത്തിലെത്തിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, റീൽസ് എടുത്ത യുവാവിനെ വധഭീഷണി. ലഹരി വിപത്തിനെ ചെറുക്കാൻ അതിശക്തമായ ക്യാമ്പയിന് നേതൃത്വം നൽകാൻ സർക്കാർ. ഹോസ്റ്റലുകളിലും പൊതു ഇടങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി. SSLC പരീക്ഷയുടെ അവസാന ദിനത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്. അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പാൾമാർക്കും പ്രധാനാധ്യാപകർക്കും നിർദ്ദേശം. കൊടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച 3 പേർക്ക് പൊള്ളലേറ്റു. പുതുക്കാട് കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.